ഈ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് Anydesk എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉബുണ്ടുവിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് നോക്കുന്നത്. ആദ്യമായിട്ട് നമ്മുടെ ഫയർഫോക്സ് വെബ് ബ്രൗസർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെബ് ബ്രൗസർ എടുക്കുക. അതിൽ അഡ്രസ് ബാറിൽ Anydesk എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് വേണമെങ്കിൽ ഇത് ചെയ്യാം. സെയിം ഇഫക്റ്റ് ആണ് ഉണ്ടാവുക. ഇതിൽ താഴെ നോക്കിയാൽ ഡൗൺലോഡ് Anydesk ഫോർ ലിനക്സ് എന്ന ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷന് ലിനക്സിലുള്ള വേർഷൻ Anydesk എല്ലാ പ്ലാറ്റ്ഫോംസിലും അവൈലബിൾ ആണ്. അതിൽ കാണുന്നതിൽ ലിനക്സിൻ്റെ പേജിലേക്ക് വരും. ഇവിടെ നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ഈ പേജിൽ താഴേക്ക് സ്ക്രോൾ ചെയ്താൽ അവിടെ ഡെബിയൻ ഉബുണ്ടു മിൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഉബുണ്ടുവിനുള്ള വേർഷൻ കിട്ടും. അത് ഡൗൺലോഡ് ആകുന്ന നമുക്ക് നമ്മുടെ അഡ്രസ് ബാറിൻ്റെ സൈഡിൽ കാണിക്കുന്നതായിരിക്കും. നോക്കിയറിയാം നമുക്ക് ഡൗൺലോഡ് ആകുന്ന ചെറിയൊരു ഫയലാണ്. എന്നിട്ട് അതിനുശേഷം ഷോ ഓൾ ഡൗൺലോഡ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ആയ ഫോൾഡർ അറിയാൻ പറ്റും. അവിടെ ആ ഷോ ഇൻ ഫോൾഡർ ക്ലിക്ക് ചെയ്താൽ ഫയലും കാണാൻ പറ്റും. ഈ ഫയൽ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഓപ്പൺ വിത്ത് അനദർ ആപ്ലിക്കേഷൻ, ഡിഫോൾട്ട് ആർച്ചീവ് മാനേജർ ആയിരിക്കും, അതർ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം സെലക്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ഇത് കഴിയുമ്പോൾ ഇതുപോലൊരു ലോഡിംഗ് ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് എന്നൊരു വിൻഡോ വരും. ഇത് സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് ഇതിന് കുറച്ച് ഡിലേ ഉണ്ടാവാം. ഇവിടെ നമുക്ക് ഇൻസ്റ്റാൾ എന്ന് പറയുന്നൊരു ബട്ടൺ വരും. ഈ ബട്ടണിൽ ഇൻസ്റ്റാളിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ആപ്ലിക്കേഷൻ ലിനക്സിലേക്കുള്ള ഇൻസ്റ്റലേഷൻ നടക്കുന്നതായിരിക്കും. ഇവിടെ നമുക്ക് നമ്മുടെ പാസ്വേഡ് ചോദിക്കും. ലിനക്സിൻ്റെ ഒരു പ്രത്യേകതയാണ്, നമുക്കിവിടെ പാസ്വേഡ് കൊടുക്കണം. അതിനുശേഷം ഓതൻറ്റിക്കേറ്റ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് തുടങ്ങും. ഇത് നമ്മുടെ ഉബുണ്ടു അല്ലെങ്കിൽ ഡെബിയൻ മുതലായവയ്ക്കാണ് ഈ സെയിം മെത്തേഡ് തന്നെ യൂസ് ചെയ്യുന്നത്. അതിൽ പറയുന്ന പോലെ തന്നെ ഡെബിയൻ, ഉബുണ്ടു, മിൻറ്റ് ഇത്രയും സിസ്റ്റംസിൽ ഇൻസ്റ്റലേഷൻ ഇതേ മെത്തേഡിൽ തന്നെയാണ് ഉണ്ടാവുക. നമുക്ക് ബൈ ഡിഫോൾട്ട് ഉണ്ടാകുന്ന ആർക്കൈവ് മാനേജർ ആയിരിക്കും. അതിന് പകരം പാക്കേജ് ഇൻസ്റ്റാളർ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇൻസ്റ്റലേഷൻ പ്രോസസ്സിലേക്ക് പോകാൻ പറ്റും. ഇവിടെയും നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഒരു ഹാർഡ്വെയർ കേപ്പബിലിറ്റി അനുസരിച്ച് ഇതിന് ഇൻസ്റ്റലേഷൻ ടൈം വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. ഈ വീഡിയോയിൽ ബേസിക്കലി നമ്മുടെ ഇൻസ്റ്റലേഷൻ പാർട്ട് മാത്രമാണ് പറയുന്നത്. ഇപ്പം നമ്മുടെ ഈ പ്രോസസ്സ് ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് ഇത് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ ഏറ്റവും താഴെ ഒരു ഓപ്ഷനുണ്ട്. നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻസ് എല്ലാം കൂടെ കാണിക്കുന്ന ഷോ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ താഴെയായിട്ട് കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻസ് കാണാൻ പറ്റും. അതിൽ Anydesk ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ വിൻഡോ ലോഡായി വരും. ഇതിൽ നമുക്ക് നോക്കിയാൽ കാണാം ഇവിടെ ന്യൂ സെഷൻ എന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിൻഡോസിലുള്ള പോലെ തന്നെ നമുക്കിവിടെ യുവർ അഡ്രസ് എന്ന് പറയുന്ന വാല്യൂ വരും. ഈ അഡ്രസ്സാണ് നമ്മൾ നമ്മളുടെ മുന്നോട്ടുള്ള ഏജൻസിക്ക് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിന് ശേഷമുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം നമ്മൾ നോർമലി വിൻഡോസിൽ ചെയ്യുന്ന അതുപോലെ തന്നെയാണ്. യുവർ അഡ്രസ്സ് നമ്മൾ അവർക്ക് കൊടുക്കുന്നു. അതുപോലെ റിമോട്ട് അഡ്രസ്സിൽ മറ്റുള്ളവരുടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരെ കണക്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും.